ഇത് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റിയലൈസ് ദ ലോജിക് എക്സ്പ്രഷൻ യൂസിങ് മക്സ്. പിന്നെ അതിൻ്റെ മിൻ ടൈംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് സമ്മേഷൻ കാണിച്ചിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എം ഉണ്ട്. സോ ഇത് SOP ഫോർമാറ്റിലാണ്. സോ ഇത് മിൻ ടൈംസിൻ്റെ പൊസിഷൻസ് ആണ് തരുന്നത്. അതായത് ഇതിൻ്റെ മീനിങ് എന്താ, ഈ പൊസിഷനിലെല്ലാം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും ഈ ഒരു സർക്യൂട്ട് തരിക. സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതല്ലാത്ത പൊസിഷനിലൊക്കെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ളൊരു സർക്യൂട്ട് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്യാണ്ട് മക്സ് മാത്രം യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എത്ര ബിറ്റിൻ്റെ കോമ്പിനേഷനാണെന്ന് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അത് നോക്കുന്നത് മിൻ ടൈംസിൻ്റെ അകത്ത് വരുന്ന മാക്സിമം വാല്യൂ എത്രയും നോക്കുക. ഇത് 15 ആണ്. അപ്പോൾ 15 എന്ന് പറയുന്നത് വരണമെങ്കിൽ നമുക്ക് 4 ബിറ്റ് വേണം അല്ലേ. ഇപ്പോൾ 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കൂ, 2⁴ എന്ന് പറഞ്ഞാൽ 16 കോമ്പിനേഷൻസ് ആണുള്ളത്. അതായത് 0 to 15 വരെയുള്ള ലെവൽസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മിൻ ടൈംസ് നമുക്ക് 0 മുതൽ 15 വരെയുള്ള കോമ്പിനേഷൻ്റെ അകത്തൊക്കെയുള്ള വാല്യൂസിന് നമുക്ക് മിൻ ടൈംസ് SOP ഫോർമാറ്റിനകത്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 15 കാണിച്ചിട്ടുണ്ട്. സോ ഇത് 0 to 15 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്താണ് വരുന്നത്, അതായത് 4 ബിറ്റ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മക്സ് കൺസ്ട്രക്ട് ചെയ്യാം. കുറച്ച് വലിയൊരു മക്സാണ്. മക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. മക്സിൻ്റെ ഇൻപുട്ടായിട്ട് മക്സിൻ്റെ ഇൻപുട്ടുകൾ നമുക്ക് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് 0th പൊസിഷൻ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഇനി 4 ബിറ്റ് ആണ്. സോ നിങ്ങളുടെ സെലക്ട് ലൈൻസ് ഇൻപുട്ട് 16 ഉണ്ടെങ്കിൽ, അതായത് 0 മുതൽ 15 വരെയുള്ള ഇൻപുട്ടുകൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ സെലക്ട് ലൈൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിരിക്കും. സോ 4 സെലക്ട് ലൈൻസ് ഇവിടെ കാണിക്കുക. S0 S1 S2 S3 ഒരു സിംഗിൾ ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാകുക. ഇനി നിങ്ങൾ മിൻ ടൈംസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് 1 നമ്മൾ എടുക്കുന്നു. അതിനെ ഞാൻ നോട്ട് ചെയ്തിട്ട് വേറെ ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി മിൻ ടൈംസ് നോക്കൂ. മിൻ ടൈംസ് എന്ന് പറഞ്ഞാൽ 1ൽ എന്ത് വരണം, 1ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 വരണം അല്ലേ. അപ്പോൾ അതായത് നിങ്ങൾ സെലക്ട് ലൈൻസിൻ്റെ അകത്ത് ഇപ്പം 0 0 0 1 ഒരാൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇങ്ങോട്ട് ഔട്ടിലേക്ക് വരിക അല്ലേ, ഇതിൽ ഔട്ടിലേക്ക് വരിക. അപ്പോൾ ഇത് നിങ്ങൾ ഏതിലേക്ക് കണക്ട് ചെയ്യണം, 1ലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ. മറ്റേ അങ്ങനെ മിൻ ടൈംസുകളെല്ലാം 1ലേക്ക് കണക്ട് ചെയ്യാം. 3 1ലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ 4 1ലേക്ക് കണക്ട് ചെയ്യാം. 7 1ലേക്ക് കണക്ട് ചെയ്യാം. 12 1ലേക്ക് കണക്ട് ചെയ്യാം. 14 1ലേക്ക് കണക്ട് ചെയ്യാം. 15 1ലേക്ക് കണക്ട് ചെയ്യാം. ബാക്കിയുള്ള എല്ലാം എന്തിലേക്ക് കണക്ട് ചെയ്യാം, 0 കണക്ട് ചെയ്യാം അല്ലേ, 0ലേക്ക് കണക്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്, ഇത് നോട്ട് വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കിട്ടുക 0 ആണ് കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള കോമ്പിനേഷൻസ് എല്ലാം 0ലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. 9 0ലേക്ക് 10 0 11 0 13 0. ഓക്കെ. ഇത് നോക്കി നോക്കൂ. സെലക്ട് ലൈൻസിൽ നിങ്ങൾ 4 0 0 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മിൻ ടൈംസ് കാണിച്ചിട്ടുണ്ട്. മിൻ ടൈംസിൻ്റെ അകത്ത് 0 ഇല്ല. അപ്പോൾ അതുകൊണ്ട് 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഔട്ട് ചെയ്യുക. 0 0 1 ആണെങ്കിൽ 1 ഔട്ട് ചെയ്യും. 0 0 1 0 ആണെങ്കിൽ 2 ഔട്ട്, 2ൻ്റെ അകത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മിൻ ടൈംസ് വരുമ്പോൾ മാത്രം 1 വരുന്ന രീതിയിലും, അതേപോലെ തന്നെ മിൻ ടൈംസ് അല്ലാത്ത എല്ലാ സമയത്തും 0 വരുന്ന രീതിയിലും നമുക്ക് സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇതിങ്ങനെയാണ് നമ്മൾ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ മക്സ് യൂസ് ചെയ്തിട്ട്
കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ലോജിക്കൽ എക്സ്പ്രഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.